ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിയുടെ ലിവർ എങ്ങനെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി നമ്മൾ 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. മെഷർമെൻറ്റൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ മുളക് പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാല എടുക്കണം. അതേപോലെ തന്നെ പെപ്പർ പൗഡർ എടുക്കണം. പെപ്പർ പൗഡർ നമ്മൾ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി കോൺഫ്ലവർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല കൂടുതലാവാൻ പാടില്ല, 1 ടീസ്പൂണൊക്കെ മതി. ഈ 2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി ഗാർലിക്കും കൂടിയുള്ള പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ തക്കാളി നമ്മൾ മിക്സിയിൽ അരച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കയ്യിലുള്ള ലിവർ ഇതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെക്കണം. അതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ അതിന് എന്തെങ്കിലും കയ്പ്പ് ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ അത് ഈ മസാലയിൽ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ ആയതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ലല്ലോ. ഇനി നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ടുകൊണ്ട് ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതൊന്നിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലിവർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.